ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഫുഡബിൾ റെസിപ്പി മത്തി തപ്പുവക്കൽ എന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല വറവിട്ട പുളിയോടൊപ്പം ഒരു അടിപൊളി കോംബോ. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ മത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റൈൽ ഒരു ഇച്ചിരി വെറൈറ്റിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിതവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരല്പം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം നമുക്കൊരു മാരിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം വെളുത്തുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തിരുന്നു, അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരല്പം കുരുമുളക്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സ്ലൈസ് എടുത്ത് വെച്ച ഇഞ്ചി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവനവൻ്റെ ഉപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ പേസ്റ്റ് ആക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ ബാക്കി വന്ന നമ്മുടെ ചെറിയുള്ളി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില അതും കൂടെ ചേർത്തു. പിന്നെ മെയിനായിട്ട് വേണ്ടത് പുളിവെള്ളം ചേർത്ത് കൊടുക്കും. പുളി സോക്ക് ചെയ്ത് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളി ഇട്ട വെള്ളം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 10-12 ചെറിയ മത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതാ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലോട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഞാനിത് ഒരു വാഴയില പീസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല പ്രിപ്പറേഷൻ സ്റ്റൈൽ ഒരു ഇച്ചിരി വെറൈറ്റിയാണ്. നമ്മൾ നേരെ മത്തി ഇട്ട് കൊടുക്കുകയല്ല മൺചട്ടിയിലോട്ട്. അപ്പോൾ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കാം. ഒരു ഇച്ചിരി ഒരു തിക്നെസ് വേണ്ടിയിട്ടാണ്. അടി പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് 2 പീസാക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച മത്തി അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഏതായാലും. ഇനി അതിന് മുകളിലോട്ട് വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു വാഴയില വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് നമുക്കങ്ങ് മൂടി വെക്കാം. എന്നിട്ട് ഒരു 8 മിനിറ്റ്, ഒരു 5 മിനിറ്റ് തൊട്ട് ഒരു 8 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നോക്കാം. അപ്പോൾ ഞാനിതാ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ തപ്പുവക്കൽ റെസിപ്പി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ചൂടോട് കൂടി തന്നെ അങ്ങ് മാറ്റി കൊടുക്കാൻ പോവാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇന്ന് വാഴയിലാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. കാരണം അടിപൊളിയാണ്. വാഴയിലയിൽ ഉണ്ടാക്കി വരുമ്പോൾ പ്രത്യേകിച്ച് നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ തപ്പുവക്കൽ റെസിപ്പി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മറ്റു ഓയിലിനേക്കാളൊക്കെ ടേസ്റ്റ് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനി നമ്മുടെ മെയിൻ കോംബോ ആയ നമ്മുടെ വറവിട്ട പൂളതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ മറ്റു റെസിപ്പിയുമായി ഷറാസ് ഫുഡ് ഡബിൾ വീണ്ടും കാണാം. താങ്ക് യു.